ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിലെത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞാൻ രാവിലെ 8 മണിയൊക്കെ ആയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കിയതാണ് കേട്ടോ, ഒന്ന് ക്ലൈമറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര നല്ല ക്ലൈമറ്റ് ഉള്ള കാരണം മഴ പെയ്യാനുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കോട്ടേജിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കൃഷിയാണ് കേട്ടോ. ക്യാബേജും ക്യാരറ്റും ഒക്കെയാണ് തോന്നുന്നു കൃഷി ചെയ്യുന്നത്. ഞാൻ കിച്ചണിൽ പോയി നോക്കിയ സമയത്ത് ഏട്ടൻ നല്ല കുക്കിങ്ങിലാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ. അതുപോലെ ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ കറിയും അതുപോലെ നെയ്ച്ചോറും ഒക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഏട്ടനും പാപ്പനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം പുറത്തുനിന്ന് കഴിക്കാതെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഐറൂസ് ഇതാ വന്നപ്പോൾ മുതൽ ഈ ഒരു സാധനത്തിന്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ചൊരു മൂഡ് ശരിയില്ലായിരുന്നു, പിന്നെ ഒക്കെ റെഡി ആയിട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആവാൻ വേണ്ടി പോവാണ്. ഏട്ടൻ ഐറൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതെനിക്ക് വേറെ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ സൈറ്റ് സീയിങ് ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല. അന്ന് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നല്ല മഴയാണ്. അപ്പം മഴയൊന്ന് തോർന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം മഴയൊന്ന് ചെറുതായിട്ട് തോർന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ. ഇത് ഊട്ടിയിലെ ബസ് സ്റ്റാൻഡാണ്. KSRTCയും പ്രൈവറ്റ് ബസ്സും ഒക്കെ ഇവിടെ തന്നെയാണ് തോന്നുന്നു കേട്ടോ നിർത്തുന്നത്. അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇത് കണ്ടിട്ടില്ല. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ ആണ് കേട്ടോ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്ലവർ ഷോപ്പുകളൊക്കെ ഉണ്ട്, അതുപോലെ ബേക്കറി അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെ ട്രാവലറൊക്കെ നിർത്തിയിടുന്ന അല്ലെങ്കിൽ ട്രാവലേഴ്സിൻ്റെ ഒരു സ്റ്റാൻഡ്, അതെ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ഊട്ടി ലേക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നല്ല കുറവാട്ടോ തിരക്ക്, തീരെ തിരക്കില്ല. നമുക്ക് സുഖമായിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പോകുന്നത്. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ ഇവിടേക്ക്. അപ്പോൾ നമ്മളിതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോഴും മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ അങ്ങനെ പൊടിയുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാർക്കിങ്ങിന് അവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് മഴ ആയതുകൊണ്ട് ബോട്ടിംഗ് ഇല്ല എന്നാണ്. പിന്നെ തിരക്കും കുറവാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടിട്ട്, ഏതായാലും അവിടെ വരെ വന്നല്ലോ, കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻട്രൻസിൽ നിന്ന് ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് ഊട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ കണ്ടു കേട്ടോ. അപ്പം അതിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഊട്ടി ടോയ് ട്രെയിനിൻ്റെ ഫോട്ടോയും കണ്ടു. ഇതിലൊന്ന് ട്രാവൽ ചെയ്യണമെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്യണം. ഓൺലൈനായിട്ടൊക്കെ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ബുക്ക് ചെയ്യണം. പിന്നെ അതുപോലെ മേട്ടുപ്പാളയം പോയിട്ട് വേണം കയറാൻ എന്നൊക്കെയാണ് കേട്ടത് ട്രെയിന്. പിന്നെ അവിടുന്ന് ഊട്ടിയിലേക്ക് ഒരു 4 hours ജേർണിയാണ്. അപ്പം അത് നമ്മളെ ഈ ഒരു പ്ലാനിങ്ങിൽ 2 daysനുള്ളിൽ അതെന്തായാലും ആ ഒരു പ്ലാനിങ്ങിൽ നടക്കില്ല എന്ന് തോന്നിട്ടോ. പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഐ ലവ് ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഇവിടെയാണ് കേട്ടോ നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ. ആ കാണുന്നതാണ് കേട്ടോ ഊട്ടി ലേക്ക്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ വിൻ്റർ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഏട്ടനും ലാലേട്ടനും കൂടെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ബോട്ടിങ്ങിലുള്ള സീറ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം 5 സീറ്റ് മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. 5 സീറ്റ് മുതൽ 15 സീറ്റ് വരെ എങ്ങാനും ഉണ്ട്. നമ്മൾ 14 ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർ 15 സീറ്റിൻ്റെ ബോട്ട് ഇപ്പോൾ ഇല്ല, അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 6 സീറ്റിൻ്റെയും 8 സീറ്റിൻ്റെയും അങ്ങനെ 2 ബോട്ടായിട്ടാണ് എടുത്തത്. അങ്ങനെ 1800 രൂപയാണ് കേട്ടോ ആയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് ഈ ഒരു ബോട്ടിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു ഇത് 15 സീറ്റിൻ്റെ ബോട്ടാണ്.
ഉണ്ടെന്ന് പറഞ്ഞു, അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടുന്ന് പറ്റിച്ചു നോക്കാം. 15 സീറ്റുള്ള ബോട്ടിന് 1700 രൂപയുള്ളൂ. പക്ഷെ അവരവിടുന്ന് 2 ബോട്ടാക്കിയിട്ട് 1800 രൂപ വാങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഇതിൽ കയറുകയാണ്. അയറൂന് വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ. പുഴയിലോ അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആള് ഭയങ്കര കരച്ചിലാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു ബോട്ടിൽ കയറിയപ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോകുമ്പോൾ അവനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആള് നല്ല ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 15 to 20 മിനിറ്റ് ആണ് കേട്ടോ ബോട്ടിങ്ങിന്റെ സമയം. അതിൽ നമുക്കൊരു 15 മിനിറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അതന്നെ അവർ ആ ലേക്കിന്റെ ഒരു സൈഡ് മാത്രമേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അതൊരു 2 റൗണ്ട് ഇങ്ങനെ കാണിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1800 രൂപയ്ക്ക് അത് വർത്താണോ ചോദിച്ചാൽ എന്തായാലും അല്ല. പിന്നെ നമ്മളത് ഫാമിലീൻ്റെ കൂടെയൊക്കെ വരുമ്പം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അധിക ദൂരത്തേക്കൊന്നും ഈ ബോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ കുറച്ച് കോട്ടേജസ് കണ്ടു. റിസോർട്ടാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇനി ഇത് ഇവിടെയുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. അതായത് ഇതൊരു റെയിൽവേ ട്രാക്ക് ആണ്. ഇവിടെ ടോയ് ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മളത് അടുത്തത് അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ കാണാം കേട്ടോ ടോയ് ട്രെയിനിന്റെ ബോഗികൾ. അങ്ങനെ നമ്മള് ബോട്ടിങ് ഇവിടെ തീരുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അവിടെ തന്നെ ഉള്ളൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഈ ഒരു ടോയ് ട്രെയിൻ ജേർണി എന്ന് പറയുന്നത്. ആകെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. നമുക്ക് 14 ആൾക്കും കൂടെ 600 രൂപയോ 700 രൂപയോ എന്തോ ആണ് കേട്ടോ ആയത്. ഇവിടെ എല്ലായിടത്തും ടിക്കറ്റ് നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണല്ലോ. ഈ ഒരു ട്രെയിൻ ജേർണി കുട്ടികൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഊട്ടി ടോയ് ട്രെയിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ലല്ലോ. അപ്പൊ അതിന് പകരം ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് കർണാടക ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഗാർഡൻ ആണ്. ഊട്ടിയിൽ തന്നെയാണ് ഉള്ളത്. കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇത് പരിപാലിക്കുന്നത്. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. 50 രൂപ എന്തോ ആണ് കേട്ടോ കുട്ടികൾക്ക് വരുന്നത്. ജിപേ, ഫോൺ പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡ് അല്ല, അല്ലെങ്കിൽ അവർ അത് എടുക്കുന്നില്ല. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. നമ്മളിതാ ഉള്ളിലേക്ക് കയറി. ഊട്ടിയുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അവിടേക്ക് ഇപ്പം അധികം ആരും പോകുന്നില്ല, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് കൂടുതൽ വരുന്നത് ഇവിടെയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടേക്ക് തന്നെ വരാമെന്ന്. ഇത് അത്യാവശ്യം വലിയ ഗാർഡൻ ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബഗ്ഗീസ് ഒക്കെ യൂസ് ചെയ്യാം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം കേട്ടോ. ഇത് മെയ്സ് ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ സ്നേഹ കയറിയിട്ടുണ്ട്, അവൾ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ എങ്ങനെയാന്നുള്ളത്. കുറെ ഓട്ടകളുണ്ട്. അതിനുള്ളിൽ കൂടെ ഏതൊരു ഓട്ടയിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളത് പുറത്ത് ഇറങ്ങണം. പാട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തരികയായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ മെയ്സ്. ഇവിടുന്ന് കുറച്ചും കൂടെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ ലഞ്ചിന്. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പം സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് പൈൻ ഫോറസ്റ്റ്, പ്യാഗ്ര വാട്ടർഫാൾസ്, പ്യാഗ്ര ലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഏതൊക്കെയോ ഷൂട്ടിംഗ് സ്പോട്ടുകളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറണം എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് അങ്ങനെ കയറിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പൈൻ ഫോറസ്റ്റിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് 70 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്. ഇവിടെ അങ്ങനെ
പ്രത്യേകിച്ച് കാണാനുള്ള പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഈ മരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം, അത്രയൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ. 20 രൂപ ഒന്ന് ചാർജ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം നമുക്ക് പായ്ക്കര വാട്ടർഫോൾസ് കാണാനുണ്ട്. അത് 5:30 ആകുമ്പം ക്ലോസ് ചെയ്യും. അപ്പം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ടൈം പോവും. അപ്പോൾ അവിടെ ക്ലോസ് ആയിപ്പോൾ. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത്, പായ്ക്കര വാട്ടർഫോൾസാണ് നമ്മൾ മെയിനായിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്ന അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത് നേരെ. ഇത് പായ്ക്കര ഡാമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ പായ്ക്കര ലേക്കും ഉണ്ട് കേട്ടോ. അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്, പക്ഷെ അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പായ്ക്കര വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതാ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 300 മീറ്റർ നടക്കാണ്ട് വാട്ടർഫോൾസിൻ്റെ അവിടേക്ക്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ പഗ്ഗീസിലൊക്കെ പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. അതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഷെഡ്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവാം. പിന്നെ ഇത് അവിടെ വരെ ഉള്ളൂ കേട്ടോ ബഗ്ഗീസ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ സെപ്പറേറ്റ് അവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് മാങ്ങ അങ്ങനെ മുളക് തേച്ച് വെച്ചതും പിന്നെ ഇതെന്താ കടലേൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഫോൾസിൻ്റെ അവിടേക്ക്. ഇതാണ് കേട്ടോ പായ്ക്കര വാട്ടർഫോൾസിൻ്റെ എൻട്രി. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ടിക്കറ്റ് എടുക്കണം. അവിടെ ടിക്കറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം നമുക്ക് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നമുക്കിങ്ങനെ സ്റ്റെയർ ഇറങ്ങാനുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കാട്ടുപോത്താ തോന്നുന്നു കേട്ടോ. അതിങ്ങനെ പുല്ലൊക്കെ കഴിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. ഊട്ടിയിൽ വന്നിട്ടുള്ള നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്റ്റെയറൊക്കെ ഇറങ്ങി താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാട്ടർഫോൾസ്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയൊരു വാട്ടർഫോൾസാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. വാട്ടർഫോൾസിൻ്റെ അവിടെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ്. ഇപ്പോൾ അതാ ഇവിടെ നിറച്ചും പോത്തുകളാണ് കേട്ടോ, കാട്ടുപോത്തുകളാണ്. ഇവരെ കൊമ്പ് കണ്ടാൽ നല്ല പേടിയാവും കേട്ടോ. റോഡിൻ്റെ മുകളിലൊക്കെ അതാ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പോവുകയാണ് കേട്ടോ. വന്ന് കുത്തുമോ എന്താണെന്നും അറിയില്ലല്ലോ. പക്ഷെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നമ്മളതിനെ ഉപദ്രവിക്കാതെ പതുക്കെ പോയാൽ മതി. ഈ ഒരു പോത്ത് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ റെഡി ആയിട്ട് ഇത് ആകാശം നിൽക്കുന്നുണ്ട്. കോട അങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഭാഗത്താണ് തോന്നുന്നു കേട്ടോ പായ്ക്കര ലേക്ക്. ഇവിടെ ബോട്ട് ഹൗസ് എന്നൊക്കെ ബോർഡ് കണ്ടു. അപ്പോൾ നമ്മൾ ഇറങ്ങി. നല്ല കോടയാണ് കേട്ടോ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുമാണ്. അപ്പോൾ നമ്മൾ ഇനി ചായ ഒന്നും കുടിച്ചിട്ടില്ല വൈകുന്നേരത്തെ. അപ്പോൾ അതെന്തെങ്കിലും കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ഒരു ഷോപ്പിൽ നിർത്തിയതാണ് കേട്ടോ. ഇവിടുത്തെ ഉഴുന്നുവട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഉള്ളിവടയും ഉണ്ടായിരുന്നു. ഉള്ളിവട പക്ഷേ കുറച്ച് ഹാർഡായിരുന്നു. എല്ലാവർക്കും ഉഴുന്നുവടയാണ് കേട്ടോ ഇഷ്ടമായിരുന്നത്. അത് നമ്മൾ ചായയും ഇതുപോലെ ലൈറ്റായിട്ടുള്ള കുറച്ച് സ്നാക്സും കഴിച്ചു. അതിലൂടെ ഞാൻ ഒരു ഓംലേറ്റാണ് കേട്ടോ വാങ്ങി. അവൻ ഉച്ചയ്ക്ക് ചോറ് അതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചില്ല. ഇത് തെത്തേൻ്റെ പാപ്പനാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ തരുന്നത്. പിന്നെ അത് ആശയ്ക്ക് ഞങ്ങൾ മാഗി വാങ്ങിക്കൊടുത്തു. അവൾക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാഗിയാണ് അവൾ കഴിച്ചത്. ഇനി നമ്മൾ ഏതായാലും നാട്ടിലെത്തിയിട്ടായിരിക്കും ഡിന്നർ കഴിക്കുക. അവിടുത്തെ ഏതെങ്കിലും ഓരോ ഹോട്ടലിൽ നിർത്തിയിട്ട് കഴിക്കണം. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ 2 ദിവസത്തെ ഒരു ട്രിപ്പ് നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു മെമ്മറീസാണ് നമുക്ക് കിട്ടിയത്. ഇതുപോലെ നമ്മൾ ഇനിയും വരണം വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഊട്ടിയിൽ ഇനിയും കാണാതെ കുറേ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിനി വരുന്ന സമയത്ത് എന്തായാലും മിസ് ചെയ്യാതെ കാണണം. നാട്ടിലെത്തിയിട്ടുള്ള വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ടയേർഡായിപ്പോയി. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. ബൈ.